നമസ്കാരം. 9 ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് ജാമ്യ നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ ജയിലിന് വെളിയിലിറക്കിയത്. യൂത്ത് കോൺഗ്രസ്സുകാർ വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തോളിലെടുത്തുകൊണ്ട് തന്നെയാണ് പട്ടണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ആഹ്ലാദം പങ്കുവച്ചത്, സന്തോഷം പങ്കുവച്ചത്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മട്ടിൽ തന്നെയായിരുന്നു പിണറായി വിജയന്റെ പോലീസുകാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഉറങ്ങിക്കിടന്നിരുന്ന അദ്ദേഹത്തെ വിളിച്ചുണർത്തി അദ്ദേഹത്തിന്റെ സഹോദരിയെയും അമ്മയെയുമെല്ലാം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്നതിന്റെ തലേ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. സ്കൂൾ യുവജനോത്സവം നടക്കുന്ന വേദികൾക്ക് സമീപം അദ്ദേഹം ഉണ്ടായിരുന്നു. അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ആശുപത്രിയിൽ തന്നെയായിരുന്നു. കടുത്ത പനിയെ തുടർന്ന്, പക്ഷാഘാതത്തിന്റെ ലക്ഷണത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ തന്നെയായിരുന്നു. ഒരു നോട്ടീസ് അയച്ച് വിളിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്ത് വിളിച്ചാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നുള്ളൊരു ആരോപണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ, അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോൾ അനധികൃതമായി കൂട്ടം കൂടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു, പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു എന്നുള്ള കുറ്റകൃത്യം ചുമത്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിന് ഒരു നോട്ടീസ് അയച്ച് വിളിച്ചാൽ അദ്ദേഹം ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഈ 3 കുറ്റകൃത്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷയുമായി യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കളും സമീപിച്ചിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അയക്കുകയായിരുന്നു, റിമാൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുമെന്ന് കണ്ടപ്പോൾ അവസാന നിമിഷം വരെയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരിക്കുവാൻ വേണ്ടിയുള്ള വകുപ്പുകൾ കൂടി എഴുതി ചേർത്ത് അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകൾ കൂടി കെട്ടിച്ചമയ്ക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കേസുകൾക്കും കോടതി ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത്. ഇത് പോലീസിന്റെയും പിണറായി വിജയന്റെയും നിരുത്തരവാദിത്തപരമായ, അല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾക്കെതിരെ നീങ്ങുന്ന രാഷ്ട്രീയ എതിരാളികൾ വെട്ടിയൊതുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന അതിക്രൂരമായ വേട്ടയാടൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക വഴി പൊതുജനത്തിന് കൊടുത്ത സന്ദേശം. പിണറായി ഇത് തന്നെയാണ്. തങ്ങൾക്കെതിരെ തിരിയുന്ന രാഷ്ട്രീയ എതിരാളികൾ ആരായാലും അവരെ എല്ലാവരും ഞങ്ങൾ ഒരു മൂലയ്ക്കിരുത്തും എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം തന്നെയാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലൂടെ പൊതുജനത്തിന് നൽകിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഉയർത്തി കാണിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി എന്ന് പറയുവാൻ കാരണം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു പോലീസുകാരന്റെ കൈക്ക് പരിക്കേറ്റു, കൈക്ക് പൊട്ടലുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. കൂടാതെ അവിടെ പാർക്ക് ചെയ്തിരുന്ന പോലീസ് വാഹനങ്ങളുടെ ചില്ലുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തു. ഇത് പൊതുമുതൽ നശിപ്പിക്കുന്ന വകുപ്പിൽപ്പെടും. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു എന്നുള്ളത് വേറെ ഒരു കേസ്. അന്യായമായി കൂട്ടം കൂടുക, അനുമതിയില്ലാതെ കൂട്ടം കൂടി എന്നുള്ളത് മറ്റൊരു കേസ്. ഇങ്ങനെയുള്ള കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ ഒരുപാട് കുറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ, നിയമസഭയിൽ ഉണ്ടായിരുന്ന കയ്യാങ്കളിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതുവരെയും മറന്നിട്ടുണ്ടാകില്ല എന്ന് ധരിക്കുന്നു. KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ നിയമസഭയിലേക്ക് എത്തുന്ന അവസരത്തിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം വലിയ പ്രക്ഷോഭങ്ങളാണ് സഭയിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. ഇന്നത്തെ LDF കൺവീനറായ EP ജയരാജനും ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും അടക്കമുള്ളവർ അന്ന് സഭയിൽ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെയുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തി തീർത്തത്. സ്പീക്കറിന്റെ ഡയസിലുണ്ടായിരുന്ന സർവ്വവിധ ഉപകരണങ്ങളും തല്ലി തകർക്കുകയും അദ്ദേഹത്തിന്റെ കസേര വരെ താഴേക്ക് തള്ളിയിടുന്ന കാഴ്ച വരെ നമ്മൾ കാണുകയുണ്ടായി. ഇത് പൊതുമുതൽ നശിപ്പിക്കുന്ന വകുപ്പിന് കീഴിൽ വരില്ലേ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബഹുജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇടതുപക്ഷ നേതാക്കളോട് ചോദിക്കുന്നത്. അന്ന് EP ജയരാജനും P ശിവൻകുട്ടിയും നിയമസഭയിൽ കാണിച്ച കയ്യാങ്കളികളും അക്രമങ്ങളും
പൊതുമുതൽ നശിപ്പിക്കലുമെല്ലാം പൊതുജനം ഇന്നും മറന്നിട്ടുണ്ടാകില്ല. എന്നാൽ ഈ വിഷയം കോടതിയിലെത്തിയപ്പോൾ ഞങ്ങൾ ആ ദിവസം കോടതിയിൽ ഉണ്ടായില്ല എന്ന് വരെ പറയുവാൻ ഇവർ മുതിർന്നേനെ, CCTV എന്നൊരു സംവിധാനമില്ലായിരുന്നെങ്കിൽ. എന്നിട്ടും ഇവർ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം, അത് സമരത്തിന്റെ ഭാഗം മാത്രമാണ്, ജനാധിപത്യപരമായ സമരത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുന്ന കുറ്റം ചുമത്തി കേസെടുത്തത് എന്നുള്ളത് വളരെ വിരോധാഭാസം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്നാൽ നിയമസഭയിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട പക്വതയുണ്ട് എന്ന് പറയുന്ന MLA-മാരാണ് ഇത്തരത്തിൽ ഉള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന പരിപാടികൾ നിയമസഭയിൽ കാണിച്ചത് എന്നുള്ളത് ജനം ഇപ്പോഴും മറന്നിട്ടുണ്ടാകില്ല. ആ കൂട്ടരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കാര്യവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഇതിനെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. പിണറായി വിജയൻ ഏതെങ്കിലും കാരണവശാൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യത്തിനെതിരെയുള്ള സമരങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകും. പിണറായി വിജയനെതിരെയുള്ള ഇത്തരം സമര പരിപാടികളിൽ നിന്ന് ഇത്തരം അറസ്റ്റ് കൊണ്ട് എന്നെ മാറ്റി നിർത്താമെന്ന് പിണറായി വിജയനോ പിണറായി വിജയന്റെ പാർട്ടിയോ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. പൂർവാധികം ശക്തിയോടുകൂടി തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെ, ഭരണവൈകല്യങ്ങൾക്കെതിരെ തീർച്ചയായും രംഗത്ത് വരും. പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾ ആ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പഴയതിലും പ്രതാപത്തോടു കൂടി രാഷ്ട്രീയ രംഗത്തേക്ക് തിരിച്ചു വരും. പിണറായി വിജയന്റെ നയവൈകല്യത്തോട് എതിരെ പ്രതികരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ശക്തനായ തേരാളിയായി തന്നെ, പോരാളിയായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലകൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകരും വിലയിരുത്തുന്നത്.